ശ്രീ രാജേന്ദ്രൻ, നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് വരുമോ? കാരണം തലസ്ഥാനത്തിപ്പോൾ നിരന്തരമായിട്ട് ബോംബ് ഭീഷണി, മറ്റൊന്ന് ഇന്ത്യ പാക് അതിർത്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞത്തേക്ക് മോദി വരുമോ? സാധാരണയായിട്ട് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമാണ്. അവിടെ കുരുക്ഷേത്രത്തിലെ പാഞ്ചജന്യം മുഴങ്ങിക്കഴിഞ്ഞു. അങ്ങനെ പാഞ്ചജന്യം മുഴങ്ങുമ്പോൾ അവിടെ നിന്ന് ആ സേനയെ നയിക്കേണ്ട ആ സേനാധിപനായിട്ടുള്ള ധർമ്മപുത്രരായിട്ടുള്ള നരേന്ദ്രമോദി അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുമോ, അതിന് വരാൻ പറ്റുമോ എന്ന സാഹചര്യം എങ്ങനെയാണ്? പക്ഷേ മോദിയുടെ ഇതുവരെയുള്ള പ്രവർത്തന ശൈലി കണ്ടാൽ വരും എന്ന് തന്നെ ഞാൻ പറയും. നമ്മൾ നോക്കൂ, ഈ യുദ്ധസമാനമായ അന്തരീക്ഷം കൂടുതൽ പ്രകോപനപരമായിട്ട് നിലനിന്ന ഇന്ത്യക്കാരെല്ലാം ഒരേ മനസ്സോടുകൂടി പാകിസ്ഥാൻ്റെ ഈ നൃശംസതയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ബീഹാറിലേക്ക് പോയിട്ട് അവിടെ 26,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിന് മുമ്പ് നമ്മളെല്ലാം പറയുന്നു നിതീഷ് കുമാർ മിക്കവാറും വീണ്ടും മുന്നണി വിടുമെന്ന് പറഞ്ഞാൽ നിതീഷ് കുമാർ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയും പ്രശംസിക്കാത്ത രീതിയിൽ പ്രശംസാ വചനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് മോദിക്ക് മൈക്ക് കൈമാറിയത്. അത് മുഴുവൻ കേൾക്കുന്നവർ ആളുകൾക്ക് മനസ്സിലാവും. ഇതുപോലെ പ്രശംസാ വചനം ഒരു BJP മുഖ്യമന്ത്രി പോലും ഇതുവരെ മോദിക്ക് നൽകിയിട്ടില്ല. അതുപോലെ മോദി എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിനോടുള്ള ഒരു ആരാധനയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ കഴിവുകളോടുള്ള ബഹുമാനവും എല്ലാം ആ വാക്കുകളിൽ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ആ മോദി അങ്ങനെ ബീഹാറിലേക്ക് പോയ മോദി രാജ്യത്തിൻ്റെ ഒരു വികസന പ്രവർത്തനമാണ് വിഴിഞ്ഞത്തെ അന്ന് പലരും കളിയാക്കിയിരുന്നു. എന്തിനാണ് ഈ വിഴിഞ്ഞം? കൊളംബോയി തുറമുഖമുണ്ട്, അവിടെ ചൈന വേറെ തുറമുഖം നിർമ്മിച്ചു കൊടുത്തുണ്ട്, ദുബായ് പോർട്ടുണ്ട്, അതിനിടയ്ക്ക് ഈ ഒരു പോർട്ട് എന്തിനാ എന്ന് പറഞ്ഞ് പലരും പരിഹസിച്ചിരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിയിൽ 300 കോടിയുടെ അഴിമതി ഉമ്മൻചാണ്ടി നടത്തിയിട്ടുണ്ട് എന്ന് CPM-കാർ പറഞ്ഞു നടന്നിരുന്നു. അതിനെതിരെ അവർ സമരവും നടത്തിയിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞൻ പദ്ധതിയുടെ പിതൃത്വം സ്വയം CPM മന്ത്രിസഭ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിൽ. VN വാസവനുമൊക്കെ ഇതിൻ്റെ ഗുണഗണങ്ങൾ നിരത്തിയത് കാണുമ്പോൾ അന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തു പോവുകയാണ്. അദാനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പോർട്ടാണ് ഇതെന്നൊക്കെയുള്ള പോഷ്കുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അത് മാറിയത് ഈ വികസനത്തിന് അനുകൂലമായിട്ട്. ഇപ്പോഴും അവർക്ക് വൈകിയാണല്ലോ ബുദ്ധി ഉദിക്കാറുള്ളത്. ഈ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു. ഈ ഒരു സംഭവത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണ്, അഭിമാനകരമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ്. മറ്റു വശത്ത് നടക്കുന്ന യുദ്ധമാണ്, ഇന്ത്യയുടെ നിലനിൽപ്പിനായിട്ടുള്ള ഇന്ത്യക്കാരുടെ ജീവന് വേണ്ടിയുള്ള ഒരു യുദ്ധം. പാകിസ്ഥാൻ നടത്താൻ പോകുന്നത് എന്തിനാ? ജലത്തിനായിട്ടുള്ള യുദ്ധം. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് എന്തിൻ്റെ കോൺഫ്ലിക്റ്റാണ്? ജീവനും, ഒരു ഭാഗത്ത് ജീവന് വേണ്ടിയുള്ളത്, മറുഭാഗത്ത് ജലത്തിന് വേണ്ടിയുള്ളത്. ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് വാട്ടർ. നമ്മൾ മുല്ലപ്പെരിയാർ യുദ്ധത്തിൽ തമിഴ്നാടുമായിട്ടുള്ള നമ്മൾ ഏർപ്പെട്ടല്ലോ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു നയം? ഇവിടെ കേരളീയരുടെ ജീവനും തമിഴ്നാടിൻ്റെ ജലവും അത് രണ്ടും സംരക്ഷിച്ചുകൊണ്ടേ പോകാൻ പറ്റൂ എന്നല്ലേ നമ്മൾ തന്നെ പറഞ്ഞത്? അതല്ലേ അതിൻ്റെ ധർമ്മം. എപ്പോഴും ജലത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവൻ. പക്ഷേ ജീവൻ നിലനിർത്താൻ ജലം വേണം എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഒരു വശത്ത് രക്തം ഇങ്ങോട്ട് തന്നുകൊണ്ട് മറുവശത്ത് ജലം കൊടുക്കാൻ പറ്റില്ല. അതാണ് ലൈഫ് ആൻഡ് ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ, വിൽ നോട്ട് ഗോ ടുഗദർ. ഇതാണ് നരേന്ദ്രമോദിയുടെയും വാജ്പേയിയുടെയും ഒക്കെ നയം ആയിട്ടുള്ളത്. അതിന് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സാന്നിധ്യം പ്രത്യക്ഷമായിട്ട് ഡൽഹിയിൽ വേണമെന്നില്ല. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് അത് ടൈം ടു ടൈം ആയിട്ട് എന്ത് ചെയ്യണം, ഇന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇന്ന നീക്കം നടത്തണം എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ട്, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ട്, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായിട്ട്, സൈനിക പരമമേധാവി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, അങ്ങനൊരു പദവിയും കൂടെ ഉണ്ട് നമുക്ക്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS, ആ പദവിയിൽ വിളിക്കുന്ന ആളുമായിട്ട് ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഒരു ബട്ടൺ മാത്രം അമർത്തിയ, ഒരു ഗ്രീൻ ഫ്ലാഗ് മാത്രം അവിടെ നടത്തിയാൽ മതി. ഇവിടെ വിഴിഞ്ഞത്തും ഇത് തന്നെയാണ്. ഒരു ഗ്രീൻ ഫ്ലാഗ് കൊടുക്കുക, ഇത് കമ്മീഷൻ ചെയ്യുക, ആ ഫലകം അനാവരണം ചെയ്യുക, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.
ഇത് ചെയ്യാൻ അദ്ദേഹം വരിക തന്നെ ചെയ്യുമെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പാകിസ്ഥാൻ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട്, ഷെല്ലുകൾ വർഷിക്കുന്നുണ്ട്, തോക്കുകൾ ഗർജിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ നേരിടത്തക്ക രീതിയിൽ തിരിച്ചടി കൊടുക്കാനും അവിടെ സൈന്യം നിരന്നിട്ടുണ്ട്, അത് കൊടുക്കുന്നുമുണ്ട്. പാഞ്ചജന്യം മുഴങ്ങിയിട്ടുണ്ട്. യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പുറത്തുണ്ട്. പാകിസ്ഥാനെ പോലെ പാനിക്കിലല്ല, നമ്മൾ പേടിച്ചു വിറച്ചിരിക്കുകയില്ല. സർവ്വായുധ സന്നാഹങ്ങളുമായി മറ്റൊരു വിദേശ രാഷ്ട്രത്തിൻ്റെയും സഹായം ആവശ്യമില്ല സൗജന്യമായിട്ട്. പക്ഷേ ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ട്. ഈ റഫാൽ വിമാനങ്ങൾ മാത്രം മതി ഇന്ത്യക്ക് ജയിക്കാൻ. അത്രമാത്രം ക്ഷമതയുണ്ടെന്ന് ഉറപ്പുവരുത്തി വാങ്ങിച്ചിട്ടുള്ളവയാണവ. അതുകൂടാതെ 5 യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ, മിസൈലുകൾ, കൃത്യതയുള്ള മിസൈൽ, പ്രിസൈസായിട്ട് ലക്ഷ്യത്തിലെത്തുന്ന മിസൈലുകൾ സജ്ജീകരിച്ചുകൊണ്ട് കറാച്ചിയെ ലക്ഷ്യമാക്കിയിട്ട് ഇന്ത്യയുടെ കപ്പലുകളുമുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പാകിസ്ഥാനെ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ഏത് ദുഷ്ട വിദേശ ശക്തിയുടെ പിന്തുണ, ധർമ്മമുള്ള എത്തിക്സുള്ള ഒരു രാഷ്ട്രം അവരെ പിന്തുണയ്ക്കല്ല. ഇക്കാര്യത്തിൽ അവരുടെ പിന്തുണയുണ്ടെങ്കിലും സാധിക്കുകയില്ല. എവിടെ പോയി ഒളിച്ചാലും പിന്തുടരുക ചെയ്യും, ലക്ഷ്യം സാധിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പ്ലാൻ ചാർട്ട് അവർ തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ ആക്ഷൻ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് ഒരു ദിശാബോധമില്ലായ്മ, പാകിസ്ഥാനെ പോലെ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനില്ല. എല്ലാം വെൽ പ്ലാൻഡായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു യാതൊരു വിധമായ സമ്മർദ്ദവും ടെൻഷനും ഇല്ലാതെ, പ്രത്യേകിച്ചും മോദി ഒരു യോഗീശ്വരൻ കൂടിയാണ്, ശ്രീകൃഷ്ണനെ പോലെ തന്നെ. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുണ്ട്, ചെയ്യേണ്ടത് എന്താണ് എപ്പോഴാണെന്നറിയാം. പിന്നെ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ. അദ്ദേഹം യാത്ര ക്യാൻസൽ ചെയ്ത് വന്നത് ജിദ്ദയിൽ നിന്നാണ്, സൗദി അറേബ്യയിലെ. അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷമേ അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളൂ. ആ കാര്യവും നമ്മൾ ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഉറക്കമിളച്ച് അദ്ദേഹം അധ്വാനിക്കുന്നത്. വിജയനാഥ് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ 6 മണി തൊട്ട് രാത്രി ഏതാണ്ട് 2-3 മണി വരെ ഉറക്കവും ഇളച്ചിരുന്നുകൊണ്ട് അധ്വാനിക്കുന്നത് ഈ ഇന്ത്യക്ക് വേണ്ടിയാണ്, സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല. ഇന്ത്യയുടെ വികസനം, അത് മാത്രമാണ് ലക്ഷ്യം. ആ വികസനത്തിനുള്ള യുദ്ധം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ വിജയിച്ചു കഴിഞ്ഞു ഏറെക്കുറെ. ആ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമാണ് വിഴിഞ്ഞത്തെ ഈ പദ്ധതി. സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ ഇറ്റിനറി എന്ന് പറയുന്ന ടൂർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവസാന നിമിഷങ്ങളിൽ പുറത്തു വരാറുള്ളൂ, സെക്യൂരിറ്റി റീസൺസ് കൊണ്ട്. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഒരു പാർട്ടി പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തു തരും. പക്ഷേ ഇത് വികസനം, ഇന്ത്യയുടെ വികസനത്തിൻ്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി പൊൻതൂവൽ കൂടി ചാർത്തുന്ന പ്രവൃത്തിയായതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും വരും. തന്നെയല്ല, ഇവിടെ ശത്രുക്കളെ അദ്ദേഹം ജയിച്ചിരിക്കുന്നു. അദാനിയെ നിന്ദിക്കുകയും ഇതൊരു വെറുതെ സാഗർമാല പദ്ധതി പ്രകാരമാണല്ലോ ഇത് വന്നിരിക്കുന്നത്. ആ സാഗർമാലയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു പ്രയോജനമില്ലാത്ത പദ്ധതിയാണെന്ന് പറഞ്ഞിരിക്കുന്ന അതേ ആളുകൾ തന്നെ തിരുത്തി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഈ വിഴിഞ്ഞത്തെത്തുന്നു. ലോകത്തിലെ ഏറ്റവും അധികം ഇന്ത്യയിൽ ഏറ്റവും അധികം ടേൺ ഓവർ ഉണ്ടാക്കി ലോകത്തിലെ ഏറ്റവും അധികം ടേൺ ഓവർ ഉണ്ടാക്കുന്ന ഒരു തുറമുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം. ഇന്ത്യയുടെ അഭിമാനം, ലോകത്തിൻ്റെ ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും മോദി ഇവിടെ എത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.